നമുക്ക് ടസറിൻ്റെ ഒരു വീഡിയോയാണ്. അപ്പോൾ ടസറിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു ചുരിദാർ സെറ്റും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നെ ചുരിദാർ സെറ്റ്സിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ. ഈ മെറ്റീരിയൽസ് നമ്മൾ കാണിക്കുന്നുണ്ട്, അതുകൂടാതെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടസേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടസർ മെറ്റീരിയലിനെ കുറിച്ചും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. കാരണം നമ്മളിപ്പം ഓൺലൈനിലൊക്കെ കാണുമ്പോൾ നമുക്ക് സെയിം ഡിസൈനൊക്കെ കാണുമ്പോൾ നമ്മൾ ഇത് ഒരേ മെറ്റീരിയലാണോ, റേറ്റിൽ ഡിഫറൻസ് വരുന്നുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. അപ്പം ഞാൻ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിൻ്റെ ഇൻട്രോ ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇത് നമ്മൾ സെമി ടസർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ റേറ്റ് വരുന്ന 1490. അപ്പം ഈ റേഞ്ചിലൊന്നും വരുന്ന ടസറിനകത്ത് നമുക്ക് പ്യുവർ ടസറിൻ്റെ ത്രെഡ് ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യലായിരിക്കും. 1480 റേഞ്ചിലൊക്കെ വരുന്ന ടസർ. അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ടസർ ചുരിദാർ ഇട്ട ഒരു ലുക്കിൽ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിന് ഒരു സെമി ടസർ എന്നുള്ള പേര് കൊടുക്കുന്നത്. അതേപോലെ നമുക്ക് ഈ ടസർ വരുമ്പം ഇത് നമുക്ക് 3180 റേഞ്ചിൽ വന്നിരിക്കുന്ന ടസറാണ്. അപ്പോൾ ഇത് നമ്മളിതിനു മുമ്പും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3180 റേഞ്ചിലൊക്കെ വരുമ്പം അതിനകത്ത് പ്യുവറിൻ്റെ ഇത് കൂടുതലും അതിനകത്ത് അല്പം സിന്തറ്റിക് മിക്സും കൂടെ കയറിയാണ് വരുള്ളൂ. അപ്പം നമ്മൾ ഈ ടസറിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് പോകുന്നത് അതിൻ്റെ GSM അനുസരിച്ചാണ്. GSM എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്രാം പെർ സ്ക്വയർ മീറ്റർ അനുസരിച്ചാണ് ടസറിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ ടസറിൻ്റെ GSM കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുമ്പോൾ 3180. ഇത് നമുക്ക് ടസറിൽ വീവിങ്, ഇത് നമ്മുടെ ഇതാണ് പവർ ലൂമിൽ വരുന്നതാണ്. അതിനകത്ത് നമുക്ക് വീവ് ചെയ്ത് വന്നിരിക്കുന്ന ടസറാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ പവർ ലൂമിൽ വന്നിരിക്കുന്ന ടസറാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 4380. അപ്പോൾ ഇതിനകത്ത് ടസറിൻ്റെ ഗ്രാമേജ് കൂടുതലായിരിക്കും. അതേപോലെ ഇത് വരുമ്പോൾ നമുക്ക് ഇതും പവർ ലൂമിൽ തന്നെ വരുന്ന പ്യുവർ ടസറാണ്. ഇതിൻ്റെ റേറ്റ് വരുന്ന 5250 റേഞ്ചിലേക്ക് വരും. ഇത് വരുമ്പോൾ നമുക്ക് ദേശി ടസറാണ്. ദേശി ടസർ വരുമ്പോൾ നമുക്ക് അതിലും ഹയർ റേറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ടസറുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ടസർ 2180 റേഞ്ചിൽ വന്നിരിക്കുന്ന ടസറാണ്. അപ്പോൾ ഇതിനകത്തും പ്യുവറും സെമിയും കൂടെ മിക്സ് ആയിട്ടാണ് ഇതിനകത്തും വരുള്ളൂ. അപ്പം ഈ 3180യുടെ ടസറിൽ വന്നിരിക്കുന്നതിൻ്റെ ഗ്രാമേജും ഇതിനകത്ത് വന്നിരിക്കുന്ന ഗ്രാമേജും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇതിനകത്ത് പ്യുവർ ടസറിൻ്റെ ഗ്രാമേജ് കുറവായിരിക്കും, ഇതിനകത്ത് അത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ പ്രൈസ് ഡിഫറൻസ് വരുന്നത്. ഇപ്പം ഈ സെയിം ഡിസൈൻ നമുക്ക് ഇതിനകത്തും ചെയ്യാൻ പറ്റും. ഈ 1480ൻ്റെ ടസറിൽ നമുക്ക് ഈ ഡിസൈൻ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ ജസ്റ്റ് ഡിസൈൻസ് കാണുമ്പോൾ നമ്മളത് സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടസർ ക്വാണ്ടിറ്റി, അതായത് ടസറിൻ്റെ ഗ്രാമേജ് ഡിഫറൻസ് ഉണ്ടാകും ഓരോ ഐറ്റത്തിൽ വരുമ്പോഴും. അപ്പം അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന ഇതേപോലെ ഇതൊരു ഫ്ലഷ് ടോൺ പിങ്ക് അല്ലേ, ഏകദേശം ഒരു ഫ്ലഷ് ടോൺ പിങ്കിൽ ചെറിയൊരു ബ്രൗൺ ബ്ലെൻഡായിട്ടുള്ളൊരു അല്ലേ, അങ്ങനെ ഒരു ടോൺ അല്ലേ, ബ്രൗൺ ആണോ, ഇല്ല, ഒരു ഫ്ലഷ് ടോൺ പിങ്ക് എന്ന് തന്നെ പറയാം. ആ ഒരു ടോണിലേക്കാട്ടോ. ഇതിനകത്ത് കണ്ടോ വീവ് ചെയ്ത് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. ഇതിനകത്ത് ഇതേപോലെ വീവിങ് മെറ്റീരിയലാണ്. അതിൻ്റെ ഒരു കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഷോള് വരുമ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ ഷോള് വരുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ബോർഡർ ഡിസൈൻ ഇങ്ങനെ വരും. എന്നിട്ട് അതിൻ്റെ എഡ്ജിലേക്ക് വരുമ്പോൾ ഇതാണ് അതിൻ്റെ വീവ് ചെയ്ത് വന്നിരിക്കുന്നത്. 2180 റേഞ്ചിൽ വന്നിരിക്കുന്ന സെറ്റ്. ഇതിൻ്റെ ബോട്ടം ഇതാണ് ബോട്ടം വരുന്നത്. അത് നമ്പർ 1 ആണ്. ഇതിനകത്ത് ചില സിമിലർ കളേഴ്സൊക്കെ വരും, അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പർപ്പിൾ ടോൺ, നമ്പർ 2. നമ്പർ 2 ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത്. ഇതാണ് അതിൻ്റെ ബോട്ടം. നമ്പർ 3 വരുമ്പോൾ നമുക്ക് എഗെയിൻ ഒരു ലാവൻഡർ ഷെയ്ഡ്. ലാവൻഡർ ഷെയ്ഡ് നമ്പർ 3. നമ്മൾ ഒരു ടസറിൻ്റെ ചുരിദാറിട്ട് അതേ ലുക്കിൽ നിൽക്കും കേട്ടോ.
കാരണം ഇതിനകത്ത് പ്യുവറും സിന്തറ്റിക്കും കൂടെ മിക്സ് ആയിട്ടാണ് ഇതൊക്കെ വരുന്നത്. 2180 റേഞ്ച്. അടുത്തത് വരുന്നത് ഇതൊരു ഗ്രീനാ അല്ലേ, ഒരു ഗ്രീൻ. ഇത് നമ്പർ 4 ഗ്രീൻ. ഇതാണ് ബോട്ടം വരുന്നത്, സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടം. ഒരു വൈൻ പർപ്പിൾ ഷെയ്ഡ്, നമ്പർ 5, വൈൻ പർപ്പിൾ ഷെയ്ഡ് നമ്പർ 5. നമ്പർ 6 വരുമ്പോൾ ഒരു ഗ്രീൻ, നമ്പർ 6 ഗ്രീൻ. ഒരു ലീഫ് ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നമ്പർ 6. ഇതാണ് ഷോൾ വരുന്നത്, നമ്പർ 6. നമ്പർ 7 പർപ്പിൾ ഷെയ്ഡ്. നമ്പർ 7 purple shade. നമ്പർ 7 purple shade. ഇതാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതും ടസറാട്ടോ. ഇത് വരുമ്പോൾ നമുക്ക് ദേശി ടസറിൽ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന ടസറിൻ്റെ സെറ്റാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ദേശി ടസറിൽ തന്നെയാണെങ്കിലും അതിനകത്ത് ഗ്രാമേജിൽ ഡിഫറൻസിൽ നമുക്ക് ഇപ്പം നമ്മുടെ അടുത്ത് 14,000 വരെ ദേശി ടസറുണ്ട്. അത് 6,000 ഉണ്ട്, 14,000 ദേശി ടസർ വരും. അത് നമുക്ക് ആ ഗ്രാമേജ് കൂടുതലനുസരിച്ചാണ് അതിനകത്ത് റേറ്റ് വരുന്നത്. പിങ്ക് 8. നയൻ വരുമ്പോഴും ഒരു വയലറ്റിൻ്റെ ഒരു ഷെയ്ഡ്, ചുരിദാർ നമ്പർ 9 വയലറ്റിൻ്റെ ഒരു ഷെയ്ഡ്. ഷോളിങ്ങിന് വരും, ബോട്ടം. അടുത്ത വരുന്ന നേവി ബ്ലൂ. നമുക്ക് ആ മെറ്റീരിയൽ ഫീൽ ചെയ്യുമ്പോൾ തന്നെ ടസറിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അതിൻ്റെ ഫീല് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവും. കാരണം നമ്മുടെ അടുത്തുനിന്ന് ടസേഴ്സ് വാങ്ങിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ബ്ലൂ. അടുത്തത് വരുന്നതും ഒരു ബ്ലൂവിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ്. ഇതും ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ എത്രയായിരുന്നു? 11. ഇതാണ് ബോട്ടം വരുന്നത്. ട്വൽവ് വരുമ്പോൾ എഗെയിൻ ഒരു നല്ലൊരു വൈൻ പർപ്പിൾ ഷെയ്ഡ്. 12 വൈൻ പർപ്പിൾ ഷെയ്ഡ്. 12 ഷെയ്ഡാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ടസർ. ഞാൻ ടസർ എന്ന് പറയുമ്പം ഇപ്പം 2150 നമുക്ക് കംപ്ലീറ്റ്ലി പ്യുവർ ടസർ കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് മിക്സ് വരുന്നതാണ്. അപ്പം നമ്മൾ ടസർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കണം. ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ടസറിൻ്റെ അതേ ലുക്കിൽ നിൽക്കുന്ന മെറ്റീരിയൽസാണ് ഇതെല്ലാം. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. താങ്ക്